സോപാന സംഗീത കലാകാരൻ ഞെരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിൽ ചേർന്നു. പാണക്കാട്ടെത്തിയ ഞെരളത്തിനെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ലീഗിൽ ചേർന്നത് പിണറായി തരത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായെന്ന് ഹരിഗോവിന്ദൻ പറഞ്ഞു. ശാന്തകുമാർ വെള്ളാല തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. സോപാന സംഗീതജ്ഞനും സാംസ്കാരിക പ്രവർത്തനവുമായ ഞെരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിൽ അംഗത്വം എടുത്തിരിക്കുകയാണ്. പാണക്കാട് എത്തിയാണ് അദ്ദേഹം മുസ്ലിം ലീഗിൽ അംഗത്വം എടുത്തിരിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു അംഗത്വം എടുക്കുന്നതിനുള്ള കാരണം എന്താണ്? ഒരു സാംസ്കാരിക രംഗത്ത് നിന്ന് മാറിയോ? ഇല്ലല്ലോ. അതായത് കലയില്ലാത്ത രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയമില്ലാത്ത കലാകാരനും ഒരുപോലെ വേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ സാംസ്കാരിക പ്രവർത്തനത്തിൽ നിന്ന് മാറിയെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ഞാൻ അധികാരവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവങ്ങൾക്കും ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഏതെങ്കിലും അക്കാദമികളുടെ സ്ഥാനമാനങ്ങൾക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും പുരസ്കാരത്തിന് ഇന്ന് വരെ ഒരു അപേക്ഷ ഞാനൊരു പുരസ്കാരത്തിന് കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാനൊരു ഓഫ് ബീറ്റായിട്ട് നിൽക്കുന്നത് എന്നെപ്പോലുള്ള ആളുകളുടെ കൊള്ളരുതായകയായിട്ട് പുരോഗമന നാട്യക്കാരും വർഗീയവാദികളും കാണുകയാണ്. അപ്പോൾ നമുക്ക് ഇടപെടണമെങ്കിൽ ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഒരു പരിധിയുണ്ട് എല്ലാത്തിനും. ഇതിൽ പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ മലപ്പുറത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മലപ്പുറത്ത് വന്നിട്ടോ വേണ്ടാത്തത് പറയുമ്പോൾ അയാളെ കൂടെ കാറിൽ കൊണ്ടു നടക്കുന്ന പിണറായി വിജയന് ഒരു ചെറിയ വാക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. യു പ്രതിഭയെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞ ആളെ ലീഗ് അടുത്ത ദിവസം ശിക്ഷിച്ചു. എന്നാൽ ഈ യു പ്രതിഭ രമ്യ ഹരിദാസിനെ കുറിച്ച് വിജയരാഘവൻ പിണറായിത്തരം പറഞ്ഞ സമയത്ത്, ഞാൻ പിണറായിത്തരം എന്ന് പറയുന്നത് തെമ്മാടിത്തരം എന്നതിൻ്റെ പര്യായമായിട്ടാണ്. കാരണം അയാളുടെ പേര് പറഞ്ഞാൽ പിന്നെ വേറെ ഒരു അസഭ്യ വാക്ക് വേറെ പറയണ്ട എന്നാണ് എൻ്റെ തോന്നൽ. അത്രമാത്രം പിണറായിത്തരം അയാൾ പറഞ്ഞിട്ടും യു പ്രതിഭ അന്ന് മിണ്ടിയിട്ടില്ല. അതൊരു സ്ത്രീ ആയിരുന്നു. ഇന്നിപ്പോൾ യു പ്രതിഭ കരയാണ്. അവരെൻ്റെ ഒരു അകന്ന സുഹൃത്തും കൂടിയാണ്. പക്ഷേ നിലപാടുകൾ എടുക്കേണ്ട സമയത്ത് രാഷ്ട്രീയം നോക്കാതെയും കക്ഷി നോക്കാതെയും നിലപാട് പറയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പണിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഒരു നികൃഷ്ട സമീപനം, ഒരു പിണറായിത്തരം ഇപ്പോഴും ഈ കേരളത്തിലുണ്ട്. ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന മാനവികതയ്ക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഈ പാർട്ടിക്കകത്തുണ്ട്. മറ്റ് പലയിടത്തും അവർ വലിക്കുന്ന ചരടിനനുസരിച്ച് മാത്രമേ പ്രത്യേകിച്ചും ഇടതുപക്ഷം പോലുള്ള പ്രസ്ഥാനങ്ങളാവട്ടെ സംഘപരിവാർ ആവട്ടെ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള അസ്വാതന്ത്ര്യങ്ങളൊന്നും ലീഗ് ഒന്നും പറഞ്ഞിട്ടില്ല. തങ്ങളോട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഒരു ഉപദേശം തരുന്നുണ്ടപ്പോൾ ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ തങ്ങൾ പറഞ്ഞത്. അത് ഒരു വിശ്വാസമാണ് ഒരു മനുഷ്യനുള്ള. അദ്ദേഹം എന്നെ നിരന്തരം കാണുന്ന ഒരാളല്ല എങ്കിൽ പോലും അതൊരു മനുഷ്യൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം തന്നെയാണ് എനിക്ക് തിരിച്ച് ലീഗിനോടുള്ളത്. അത് തന്നെയാണ്, ആ വിശ്വാസം തന്നെയാണ് മുസ്ലിം ലീഗിൽ എത്താൻ കാരണം എന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പിക്കുന്നത്. ശാന്തകുമാർ വെള്ളാല, ന്യൂസ് മലയാളം, മലപ്പുറം.